മത്തായി 15:14. മത്തായി 15:14. അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ നിങ്ങൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടിക്കെതിരെയുള്ള ശത്രുക്കളെ ഒഴിവാക്കി കളയണം. അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉടമ്പടി ജീവിക്കാൻ അനുവദിക്കത്തില്ല. അവരവരുടെ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അവരുടെ വൃത്തികേടുകളും ദ്വയാർത്ഥങ്ങളും ഇതിലൊന്നും കഥയില്ലടാ, ഇതിങ്ങനെയാടാ എന്നൊക്കെ പറയും. അതോടുകൂടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനോ ദൈവദൃശ്യന് വിശുദ്ധിയോടെ ജീവിക്കാനോ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള നിങ്ങളുടെ കലിബറ് ക്രമേണ ശക്തി കുറഞ്ഞു പോകും. അതുവഴി ദൈവമായിട്ടുള്ള ബന്ധവും കുറയും. അൽഫോൻസ ക്വാളിറ്റേറ്റീവ് സ്പിരിച്വാലിറ്റിയുടെ ആളാണ്. അവൾക്ക് ശേഷം ആണ് അവൾ ഇത് കോൺട്രാക്റ്റ് പുതുക്കി കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റൽ നിയമം വന്നപ്പോഴാണ് അക്കോമഡേഷൻ അലവൻസ് പിന്നീടുള്ളവർക്ക് എല്ലാം അലവ് ചെയ്തത്. അവൾക്ക് ചിലൊരു ദുഃഖം തോന്നി. പക്ഷേ അവൾ പറഞ്ഞു, എനിക്ക് അമ്മയുമായിട്ടൊരു റിലേഷൻസ് ഉണ്ടല്ലോ. അപ്പം നിയമം ഇങ്ങനെയാണ്, എൻ്റെ ടൈം വരെ ഹോസ്പിറ്റലിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ അമ്മ വിചാരിച്ചാൽ എനിക്ക് അക്കോമഡേഷൻ അലവൻസ് കിട്ടും. അത് ഹോസ്പിറ്റലുകാരല്ല തീരുമാനിക്കുന്നത്. എനിക്ക് ദൈവമായിട്ട് എൻ്റെ ബന്ധം കൊണ്ട് ആരാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്? എൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് അമ്മയാണ് തീരുമാനിക്കുന്നത്. അതാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കഴിയണം. അവർ പറഞ്ഞു, അമ്മേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അപേക്ഷ വെക്കട്ടെ. അപ്പോൾ അവൾക്കൊരു പോസിറ്റീവ് ഇത് കിട്ടി, നീ കൊണ്ട് വെക്കാൻ പറഞ്ഞു. അങ്ങനെ നടക്കാത്ത കാര്യത്തിന് കൊണ്ടുപോയി അമ്മ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അപേക്ഷ വെച്ചിരിക്കുകയാണ്. എനിക്ക് ക്വാളിറ്റേറ്റീവ് അലവൻസ് വേണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങൾക്ക് ഈ നിയമങ്ങളൊന്നും അറിയാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ല, നിങ്ങളുടെ സെക്ഷൻ അല്ല, ആ ടൈം കഴിഞ്ഞു. നിങ്ങളുടെ സെക്ഷൻ ഉള്ളവർക്ക് ആർക്കും നിങ്ങൾക്ക് മാത്രമല്ല, ആർക്കും കൊടുത്തിട്ടില്ല, 3-4 പേർക്ക് കൊടുത്തിട്ടില്ല അക്കോമഡേഷൻ അലവൻസ്. പിന്നെ നിങ്ങൾ മാത്രം കൊണ്ട് നിന്നെ അപേക്ഷ വെക്കണത് എന്തിനാണ്? നിങ്ങൾ ഹോസ്പിറ്റലിനെ പറ്റിക്കാൻ നടക്കുകയാണോ എന്ന് ചോദിക്കും. അങ്ങനെ അവർ റാഷായിട്ട് സംസാരിക്കും. റാഷ് വെച്ചാൽ ഇവർ ചെയ്തത് വേണമെങ്കിൽ അത് 4 പേർക്ക് കൂടി ചെയ്യാമല്ല, ഇവർക്ക് മാത്രം ചെയ്തത് എന്താണെന്നൊക്കെയാണുള്ള ഹോസ്പിറ്റലിന് ഒരു കൺഫ്യൂഷൻ. അല്ല, അവർ ഹോസ്പിറ്റലിൽ നിന്ന് തെറ്റില്ല, അതാണ് വിഷയം. ഇവിടെ കയ്യിൽ നിന്ന് തെറ്റില്ല, പക്ഷേ അക്കോമഡേഷൻ അലവൻസ് ഇവളിനേക്കാൾ സീനിയോറിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് അവിടെ. അപ്പോൾ സ്വാഭാവികം ഇവക്കും കിട്ടേണ്ടതല്ലേ? അപ്പം പിന്നെ അമ്മയുടേതല്ലേ ഹോസ്പിറ്റലെന്ന് പറഞ്ഞുകൊണ്ട് നീ അമ്മയുമായിട്ട് ബന്ധമുണ്ടായാൽ എല്ലാം അമ്മയുടെ ആണെന്ന് നമുക്ക് മനസ്സിലാകും. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളൂ. കാര്യം ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലോകത്തിലുള്ള എല്ലാ വിഷയവും ഈശോ അമ്മയുടെ അണ്ടറിലാക്കിയില്ലേ? അത് ബോധമുള്ളവർക്ക് മനസ്സിലാകും. ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളും എല്ലാം ഈശോ അന്തിമ തീരുമാനം നിൻ്റെ ചോരെ കിടന്ന് പ്രമാണം എഴുതി അമ്മയുടെ പേരിലാക്കി കളഞ്ഞില്ലേ? സ്വത്ത് അമ്മയുടെ പേരിലല്ലേ ഇരിക്കണത്. അതാണ് അൽഫോൻസ പറയണത്, അമ്മ അറിയാതെ അലവൻസ് ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ അമ്മയുടെ പേരിൽ കൊണ്ട് അപേക്ഷ വെച്ച് അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു ഇടുങ്ങിയ ഇടനാഴിയിലൂടെ ആകാശത്ത് നിന്ന് അമ്മ ഇറങ്ങി വന്നെന്ന്. ആ ഇടനാഴിയെ ഞാൻ കണ്ടിട്ടില്ല ഇവർക്കും. പിന്നെ ഒരു ഇടുങ്ങിയ വാതിലൂടെ അമ്മ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറി. പിന്നെ അമ്മ ഒരു വെള്ളമേശ ഇരുന്നിട്ട് ഫയൽ ഒപ്പിട്ടിട്ട് പോയെന്ന്. പിറ്റേ ദിവസം എന്നെ HR വിളിച്ചു ഹോസ്പിറ്റലിൽ. നിങ്ങൾ എത്രയും വേഗം വന്നിട്ട് സൈൻ ചെയ്യണം. അപ്പോൾ HR പറഞ്ഞു, സാറേ ഞാൻ സൈൻ ചെയ്തതാണ്, നേരത്തെ 10 കോൺട്രാക്റ്റ് ഒപ്പിട്ടതാണ്, ഇനി ഞാൻ എന്തിനാ കോൺട്രാക്റ്റ് ഒപ്പിടണം? അല്ല, നിങ്ങൾക്ക് അക്കോമഡേഷൻ അലവൻസ് തരാൻ വേണ്ടി കമ്പനി തീരുമാനിച്ചെന്ന്. അപ്പം ഞാൻ ചെന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടും കാണുകയാണ് സ്വപ്നത്തിലെ അമ്മ ഇറങ്ങി വന്ന് ഇടനാഴി ഞാൻ കണ്ടെന്ന്. HR ഇപ്പുറത്തുള്ള വാതിൽ അമ്മ രാത്രി എന്നെ കാണിച്ചായിരുന്നു. അപ്പോൾ ഞാൻ നല്ലവണ്ണം സൂക്ഷിച്ച് നോക്കി. HR ഇടതുവശത്തുള്ള വാതിലൂടെയാണ് അമ്മ വന്നത്. അമ്മ വന്നിരുന്ന ചെയർ എന്നെ കാണിച്ചത് തന്നെയാണ്. ആ വെള്ളമേശ, അസൽ മേശ, ആ മേശയാണ് ഞാൻ കണ്ടതെന്ന്. അപ്പോൾ എന്താണ് ഇത് അമ്മ ചെയ്തതാണെന്നുള്ളത്
ഇവളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് രാവിലെ വിളിച്ച് അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഈ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം മക്കളെ. നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി, ഒരു വിഷയം ശരിയായി ഒരു വിഷയം ശരിയായില്ലെന്ന് പറഞ്ഞാൽ അളിഞ്ഞ മോന്തമായിട്ട് മാതാവിൻ്റെ മുമ്പിൽ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമൊന്നുമില്ല. മറിച്ച് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. വിഷയമല്ല പ്രധാനം, അമ്മ എന്ന വ്യക്തിയാണ് പ്രധാനം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആത്മബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് ഈ ആരാധനയിലൂടെ ഞങ്ങളെ വളർത്തണമേ, ഉയർത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്താണ്? ശരിക്കും കളങ്കമില്ലാത്ത ഒരു പ്രവൃത്തി. പിന്നെ പ്രവൃത്തിയിൽ കളങ്കങ്ങൾ വന്നു പോയാൽ എന്ത് ചെയ്യണം? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകണം. കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ സഹനമാണ്. കർത്താവിൻ്റെ സഹനം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളാണ്, ഇല്ലേ? നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, ഞെരുക്കങ്ങൾ, ഒറ്റപ്പെടലുകൾ, മറ്റ് പ്രയാസങ്ങളെയെല്ലാം എന്തു ചെയ്യണം? നീ കർത്താവിൻ്റെ ഞെരുക്കങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണം. അതിന് മറ്റുള്ളവരെ കുറ്റം പറയരുതതിൻ്റെ പേരിൽ. ഇനി നിനക്ക് തന്നെ എതിരെ ചെയ്തിട്ടുള്ള മറ്റുള്ളവരുടെ പലതരത്തിലുള്ള ഏഷണി പ്രയോഗങ്ങൾ, തിന്മ പ്രവർത്തനങ്ങൾ, അതിന് പ്രതികാരം ചോദിക്കാൻ നീ പോകരുത്. നീ എന്തു ചെയ്യണം? അമ്മയെപ്പോലെ ശാന്തമാകണം. അമ്മയെപ്പോലെ, ഈശോയെപ്പോലെ ശാന്തമാകണം. ശാന്തത എന്ന് പറയുന്നത് ദൈവം എല്ലാം തക്ക സമയത്ത് ചെയ്യും. ദൈവത്തിൻ്റെ തിരുസന്നിധി വിനയത്തോടെ നിൽക്കുവിൻ. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു എല്ലാവരും ആദ്യമേ തന്നെ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനും ദൈവത്തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലിയ. ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് എനിക്ക് വലിയ നിയോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ജോലി ലഭിക്കണം എന്നതായിരുന്നു എൻ്റെ നിയോഗം വെച്ചിരുന്നത്. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ജോലി ലഭിക്കണമെന്ന് നിയോഗം വെച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി തുടങ്ങി. അതിനുശേഷം ഞാൻ CV കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം ഞാൻ പഠിച്ച ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ആദ്യം CV കൊണ്ടുവന്ന് കൊടുത്തു. പിറ്റേ ദിവസം തന്നെ അവരെന്നെ വിളിച്ചു. അവിടെ ഞാൻ 1 വർഷക്കാലം ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ കോവിഡ്
കോവിഡിൻ്റെ ടൈമായി. അപ്പോൾ ഞാൻ OET പഠിക്കാം എന്നുള്ള രീതിയിൽ OETക്ക് ജോയിൻ ചെയ്തു. പക്ഷേ കോവിഡ് വന്നതുകൊണ്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെയും ഗ്യാപ്പായി. പിന്നെയും വിഷമിച്ച് പിന്നെയും CV പലയിടത്തും കൊടുത്തു. അങ്ങനെ അടുത്തുള്ളൊരു മെഡിക്കൽ കോളേജിൽ എനിക്ക് രണ്ടാമത് ജോലി ലഭിച്ചു. അപ്പോൾ കോവിഡിലാണ് ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കോവിഡിൽ തന്നെ ജോലി ചെയ്യാം. അങ്ങനെ 6 മാസക്കാലം കോവിഡിൽ ജോലി ചെയ്തു. കോവിഡിൽ ജോലി ചെയ്യുന്ന സമയത്ത് 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കിഡ്നി സ്റ്റോണിൻ്റെ സർജറി ആവശ്യമായിട്ട് വന്നു. അങ്ങനെ കുറച്ച് ലീവ് വന്നപ്പോൾ അവർ പറഞ്ഞു ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഇനി ജോലി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 6 മാസം ജോലി ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല, 1 വർഷം ജോലി ചെയ്താലേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരുവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചു. 6 മാസം ഞാൻ വളരെ വിഷമിച്ചാണ് കോവിഡിൽ ജോലി ചെയ്തത്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ഞാൻ പുതുക്കി. ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരണം, എനിക്ക് ആകെ 1 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ, ഞാൻ പിന്നെ വർക്ക് ചെയ്ത് ഈ 6 മാസം കൂടി എനിക്ക് നീ തരണം എന്ന് ഞാൻ പറഞ്ഞു. അമ്മയോട് കരഞ്ഞു പറഞ്ഞു. തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു നീ വിഷമിക്കണ്ട, നമുക്കൊരാളോട് ചോദിച്ചു നോക്കാം, ആളോട് പറഞ്ഞിട്ട് അവിടുത്തെ മാനേജ്മെൻറ്റിൽ പറഞ്ഞ് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അവിടെ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ തിരിച്ച് അവിടെ ചെന്നപ്പോൾ ഒരു വാക്ക് പോലും അതുവരെ 2-3 തവണ ഞാൻ പോയി ചോദിച്ചപ്പോൾ അവർ തരില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു തരാം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അപ്പം തന്നെ എനിക്ക് എഴുതി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നു. അതിനുശേഷം ഞാൻ പിന്നെയും OET പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. പക്ഷേ എനിക്ക് എക്സാം എഴുതാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം 35 രൂപ അടയ്ക്കണം, അതിനുള്ള ഇതില്ല, എഴുതിയാലും കിട്ടില്ല എന്നുള്ളൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെയും അത് മുടങ്ങിപ്പോയി. പിന്നെ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ആദ്യമേ തന്നെ വന്നപ്പോൾ തന്നെ ഒരു നിയോഗം വെച്ചിരുന്നു, എനിക്ക് വിദേശത്ത് പോകാനായിട്ട് അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മ മാതാവ് അത് ഏറ്റെടുത്തു. പക്ഷെ ഞാൻ വിചാരിച്ചത് എൻ്റെ വഴി OET എടുത്തിട്ട് വേറെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യത്തേക്ക് പോകാമെന്നാണെന്ന് ഓർത്ത് ഞാൻ അതിൻ്റെ പുറകെയാണ് നടന്നത്. പിന്നീട് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു അമ്മ മാതാവ് എനിക്ക് വേണ്ടി എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അത് എനിക്ക് തിരഞ്ഞെടുത്ത് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതേ തുടർന്ന് എനിക്കൊരു ദിവസം പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഉടമ്പടിയൊക്കെ പുതുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു നോർക്ക റൂട്ട്സിൻ്റെ ഒരു ഇത് വന്നായിരുന്നു. ജർമ്മനിലേക്ക് നഴ്സുമാരെ കൊണ്ടുപോകണേൻ്റെ ബാച്ച് 3 ആയിരുന്നു അത്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ജർമ്മൻ ഭാഷ പഠിക്കാൻ എനിക്ക് പറ്റില്ല. അതിനു മുന്നേ എൻ്റെ ഒരു കസിൻ ജർമ്മനിക്ക് പോയപ്പോൾ എൻ്റെ അച്ചാച്ചൻ എന്നോട് പറഞ്ഞു നീ ജർമ്മൻ പഠിക്കേ, നിനക്ക് ജർമ്മനിക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജർമ്മൻ പഠിക്കാൻ പറ്റില്ല, അത് ഭയങ്കര പാടാണ്, എനിക്കത് പഠിച്ചാൽ കിട്ടില്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, എനിക്കത് കിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ അപ്ലൈ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ കൃപാസന മാതാവിൻ്റെ കാശ് രൂപവും വെച്ച് ഞാൻ അത് അപ്ലൈ ചെയ്തു. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് റിപ്ലൈ വന്നു, അതിൽ സെലക്ട് ആയിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ട്രിവാൻഡ്രത്ത് ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റായിട്ടാണ് പോണത്. അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തിരിച്ച് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് മെയിൽ വന്നു ഇൻ്റർവ്യൂവിൽ കിട്ടിയിട്ടുണ്ട്, ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് OET എഴുതി എൻ്റെ പൈസ വെറുതെ പോകും, ഞാനത് എഴുതിയാൽ ശരിയാവില്ല. അപ്പോൾ അമ്മ മാതാവിന് മനസ്സിലായി ഞാനത് ഒരിക്കലും എഴുതൂല, ഒരു എക്സാം ഞാൻ എഴുതൂല എന്ന് അമ്മ മാതാവിന് മനസ്സിലായതുകൊണ്ടാണ് എനിക്ക് ഈ വഴി കിട്ടിയത്. അപ്പം നോർക്ക റൂട്ട്സിൽ ചെന്നപ്പോൾ ഒരു പൈസ പോലും കൊടുക്കേണ്ടി വന്നില്ല. A1 A2 B1 എല്ലാ പരീക്ഷയും അവർ തന്നെയാണ് എക്സാം ഫീസ് അടയ്ക്കുന്നതും റിക്രൂട്ട്മെൻറ്റിൻ്റെ ക്യാഷും എല്ലാം. 1 രൂപ പോലും എനിക്ക് ചിലവാകാതെ തന്നെ എൻ്റെ B1 വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. B1 എക്സാമിന് ഞാൻ എക്സാം എഴുതി. അപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു B1, കാരണം ജർമ്മൻ എനിക്ക് ഭയങ്കര പാടാണ്. എനിക്കത് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റായിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. പോയി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു അരികത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ മാതാവ് ഇനി ഈ കോമ്പൗണ്ടിൽ എനിക്ക് വരാൻ നീ ഇടവരുത്തരുത്, ഇനി രണ്ടാമത് എഴുതാനൊരു അവസരം നീ ഉണ്ടാക്കരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ വീട്ടിൽ വന്നു. ഡിസംബർ 24-ാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വരുന്നത്.
അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, കാരണം എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടില്ലല്ലോ. 2 എണ്ണമെങ്കിലും അമ്മ മാതാവ് തന്നാൽ മതി എന്ന് ഓർത്താണ് ഞാൻ റിസൾട്ട് തുറക്കുന്നത്. അപ്പോൾ എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ 4 എനിക്ക് കിട്ടി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 4 കിട്ടി. ഞാൻ എന്നിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് ഞാൻ എൻ്റെ പഠിച്ച സ്ഥലത്ത് പോയപ്പോൾ എൻ്റെ മാം പറഞ്ഞു, ഗോഡ്സ് ഗ്രേസ് വിത്ത് യു എന്ന് പറഞ്ഞു, നിൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ശരിയാണ്, കാരണം എനിക്ക് എൻ്റെ മാർക്ക് കണ്ടാൽ അറിയാം എൻ്റെ മാതാവ് എനിക്ക് തന്നതാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ, ജർമ്മനി ഒരു ഹോസ്പിറ്റലിൽ കയറാനായിട്ടുള്ള ഇൻ്റർവ്യൂ വന്നു. പക്ഷെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവാൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ കുറേ വിഷമിച്ചു, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെയും വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി, അമ്മ എനിക്കൊരു ഇൻ്റർവ്യൂ തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് പോയി സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. 14-ാം തീയതി എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിന് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ട് ഞാൻ നീലത്തിരി കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെപ്റ്റംബർ 23-ാം തീയതി ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ എനിക്കത് കിട്ടി. അതിനുശേഷം ഡിസംബറിൽ എൻ്റെ വിസ വന്നു. ഈ 31-ാം തീയതി എൻ്റെ ജർമ്മനിയിലേക്ക് പോകാനുള്ള ടിക്കറ്റും വന്നു. 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അമ്മ മാതാവ് ചിലവാക്കാൻ ഇടവരുത്താതെ, ഒരാളുടെ സഹായം പോലും ചോദിക്കാൻ ഇടവരുത്താതെ എൻ്റെ അമ്മ മാതാവ് എല്ലാം ശരിയാക്കി തന്നു. അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് മാതാവ് എല്ലാം തരും എന്നുള്ളത്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു ദിവസം ഉടമ്പടിയിൽ എൻ്റെ കാര്യം കൂടെ വെക്ക്, എൻ്റെ അസുഖമൊക്കെ മാറാൻ വേണ്ടി വെക്കെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ, മമ്മിക്കാണെങ്കിൽ 15 വർഷമായിട്ട് ഷുഗറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഷുഗർ മാറില്ലല്ലോ, 15 കൊല്ലമായിട്ടുള്ള ഷുഗറല്ലേ. അപ്പം ഞാൻ എന്നാലും അമ്മ മാതാവിൻ്റെ ഇതിൽ ഞാൻ വെച്ചു, അമ്മ മമ്മിയുടെ വിശ്വാസമല്ലേ, 15 വർഷമാണെങ്കിലും അത് മാറ്റി കൊടുക്കണമെന്ന് ഞാൻ വെച്ചു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ചെന്ന് തൈലവും ഉപ്പും മമ്മിയുടെ കയ്യിലുണ്ട്, മമ്മി അതെന്നും കഴിക്കലുണ്ട്. അങ്ങനെ ഒരു ദിവസം ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല, അമ്മ മാതാവ് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഷുഗർ വളരെ നോർമലായി. 110 താഴെയാണ് ഫാസ്റ്റിംഗ് ലെവൽ കാണിക്കുന്നത്. ഈ നിമിഷം വരെ, അന്ന് തുടങ്ങി ഇന്ന് വരെ, ഇതുവരെ ഷുഗർ 110-ന് മുകളിലേക്ക് വന്നിട്ടില്ല എൻ്റെ അമ്മയുടെ. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥലത്തിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെ പട്ടയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം അതിനു വേണ്ടി നടന്നെങ്കിലും അത് കിട്ടാറായപ്പോൾ പിന്നെ അത് മുടങ്ങിപ്പോയി, പിന്നെ പട്ടയം കിട്ടിയില്ല. 65 വർഷത്തോളമായിട്ട് പട്ടയമില്ല. അങ്ങനെ അവിടെ ചെന്ന് പട്ടയത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് അവിടുത്തെ അവരുടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മുന്നാധാരങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാ ആധാരങ്ങളും കൊടുത്തു. പറഞ്ഞു അതിന് മുന്നേ ഉള്ള മുന്നാധാരങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. ആകെ വിഷമത്തിലായി, ഇനി കിട്ടൂല പട്ടയത്തിന്, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചു. അങ്ങനെ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ നിയോഗം വെച്ചു, അമ്മ മാതാവ് പട്ടയം തരണം എന്ന് പറഞ്ഞ് ഞാൻ നിയോഗം വെച്ചതിൻ്റെ ഇതിൽ പിന്നീട് ഞങ്ങളവിടെ ചെന്നപ്പോൾ 2 സിറ്റിങ്ങിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് പട്ടയം ലഭിച്ചു. സ്ഥലവുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ കാര്യങ്ങളും അതിൽ മാതാവ് ഞങ്ങൾക്ക് മാറ്റിത്തന്നു. അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്, എനിക്ക് പഠിക്കാൻ അത്ര അങ്ങോട്ട് ഇതില്ല. അപ്പം ഞാൻ അമ്മയോട് എപ്പോഴും പറയും, അമ്മ എൻ്റെ കൂടെ ഒന്ന് പരീക്ഷ എഴുതണമെന്ന്. ഞാനിവിടെ വന്ന് നേഴ്സിംഗ് തന്നെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ അത് കൂടാതെ ഒരു ഡിഗ്രിയും ഒരു മാസ്റ്ററും ഞാൻ എടുത്തായിരുന്നു. MBA ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കൂടെ ഞാൻ ചെയ്തായിരുന്നു. അങ്ങനെ ചെയ്യണ സമയത്ത് എനിക്കാണെങ്കിൽ അത് പഠിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല, എനിക്ക് കിട്ടുന്നുമില്ല. ഒത്തിരി കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിന് വിട്ടുകൊടുത്തു. ഞാൻ അമ്മയുടെ കാശുരൂപം തൈലവും കൊണ്ടാണ് ഞാൻ ഓരോ പരീക്ഷ എഴുതാൻ പോകുന്നത്. ഞാൻ എഴുതിയ ഒരു പരീക്ഷ പോലും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലായി തുടങ്ങി അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് ഒരു പരീക്ഷ പോലും രണ്ടാമത് എഴുതേണ്ടി എനിക്ക് വന്നിട്ടില്ല. എല്ലാം എനിക്ക് നല്ല മാർക്കോടുകൂടിയാണ് എൻ്റെ അമ്മ എന്നെ ഓരോ പരീക്ഷയിലും വിജയം നൽകിയത്. വസ്ത്രധാരത്തവർക്ക് വസ്ത്രം കൊണ്ടു കൊടുക്കുകയും ഭക്ഷണം ഞാൻ പൊതിച്ചോറ് കൊടുത്തയക്കുകയും, എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ ഞാൻ പൊതിച്ചോറ് കൊടുത്തയക്കും. ആൾ പോണ വഴിയിൽ ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം ഇല്ലാതിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പത്രം, ഞാൻ ഇവിടുന്ന് 1-ാം തീയതി വന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. അത് ഞാൻ വീടുകളിൽ, ഓരോ വീടുകളിൽ കയറി കൊണ്ട് കൊടുക്കുമായിരുന്നു പത്രം. അതുപോലെ പള്ളിയിൽ, അറിയില്ലാത്ത പള്ളികളിൽ വരെ പോയിട്ട് പത്രം കൊടുക്കുമായിരുന്നു. കുറേ പേര് വേണ്ടാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നുമായിരുന്നു. പക്ഷെ എന്നാലും പിന്നെയും കൊടുക്കുമായിരുന്നു. അങ്ങനെ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ സ്റ്റാറ്റസ് ഇടുമായിരുന്നു.
ഉടമ്പടി ധ്യാനം കേൾക്കുമായിരുന്നു. അത് സ്റ്റാറ്റസ് ഇടും, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ആദ്യം ഞാൻ പണ്ട് മുതലേ പള്ളിയിലൊക്കെ പോവായിരുന്നു. പക്ഷെ എന്നാലും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു അനുഭവം ഉണ്ടാവാറുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഉടമ്പടിയിലായതിനു ശേഷം ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് വെറുതെ ഇങ്ങനെ വെള്ളം വരുമായിരുന്നു. അപ്പം ഞാൻ ഓർക്കും, ഞാൻ എന്തിനാണ് കരയണത്, എനിക്ക് അത്ര സങ്കടമില്ലല്ലോ എന്ന്. പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ ഈശോ ഇപ്പോൾ ഒത്തിരി അനുഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത് സഹിക്കാൻ പറ്റാത്തത്ര എനിക്ക് വിഷമം വരുമായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ പള്ളിയിൽ ചെന്നാലും എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അത്ര കൂടി എനിക്ക് ഈശോയോടും മാതാവിനോടും കൂടുതൽ അടുക്കാൻ സാധിച്ചു. എനിക്ക് ഈശോപ്പയും അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഈ ഇൻ്റർവ്യൂ ലേറ്റ് ആയപ്പോഴും എനിക്ക് വിസ വന്നിട്ട് ടിക്കറ്റ് വരാൻ ലേറ്റ് ആയപ്പോഴും ഒന്നും എനിക്കൊരു ഭയവും തോന്നിയില്ല. കാരണം ഇവിടെ വരെ നടത്തിച്ച് എൻ്റെ അപ്പനും അമ്മ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഈശോപ്പ എനിക്ക് തരും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പ്രോസസ്സിങ്ങിലായതിനു ശേഷം ഇത്രയും ലേറ്റ് ആയെങ്കിലും എനിക്ക് ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിലാണ് എനിക്ക് കിട്ടിയത്. എനിക്കപ്പോൾ ഞാൻ കിട്ടാതിരുന്നപ്പോൾ ഞാൻ ഒത്തിരി വേദനിച്ച് കരഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കത് മനസ്സിലായി, എനിക്ക് വന്നതെല്ലാം ഒരു ചെറിയ ചെറിയ ക്ലിനിക്കും ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് തരാനുള്ളത് ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അമ്മ മാതാവ് എനിക്ക് അവിടുത്തെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി തന്നത്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യഗാനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശംശായിരിക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിതേഷ്. പൊങ്ങണങ്കാട്, തൃശ്ശൂർ പൊങ്ങണങ്കാട് ഇടവയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഭാര്യ നീന, മൂത്ത മകള് ഈന, ഇപ്പോൾ ജനിച്ചത് ആൻ്റോണിയ. അങ്ങനെ ഞങ്ങൾ ഒരു ഇതാണ് കുടുംബമായിട്ട് ജീവിക്കുന്നത് ഇപ്പോൾ. അതേപോലെ തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ടാണ് ഞങ്ങൾക്ക് മൂത്ത മകളെ കിട്ടിയത്. വളരെയധികം ക്ലേശത്തോടും അതുപോലെ തന്നെ അതിന് മുമ്പ് 3 അബോർഷനായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ വളരെയധികം ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതായത് ഒരു ദിവസം പോലും അനങ്ങാൻ പറ്റാത്ത പോലെ റെസ്റ്റ് ചെയ്തിട്ടാണ് അവളെന്നെ കിട്ടിയത്. അപ്പോൾ അന്ന് ഞങ്ങൾ ഇതോടുകൂടി ഒരെണ്ണം തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ അവൾ ജനിച്ചു. അവൾക്കിപ്പോൾ 13 വയസ്സായി. 13 വയസ്സായിട്ട് എൻ്റെ ഫ്രണ്ട് മുഖേനയാണ് ഞാൻ അറിയുന്നത് കൃപാസനത്തെ പറ്റി, ഇവിടുത്തെ ആലയത്തെ പറ്റിയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫാമിലി ഒരുമിച്ച് 2023 നവംബറിൽ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അന്ന് തൊട്ട് എനിക്ക് ഒരു ഉടമ്പടി എടുക്കാനുള്ള ഇത് മനസ്സിൽ തോന്നി തുടങ്ങി. അങ്ങനെ 2023 ഡിസംബർ 2-ാം തീയതി ഞാനിവിടെ വന്ന്, ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ഇവിടുത്തെ കാര്യങ്ങൾ അതേപോലെ ചെയ്തിരുന്നു. കാലത്ത് ഞാനും മോളും കൂടി പള്ളിയിൽ പോവും. അതുപോലെ തന്നെ കാര്യപ്രവൃത്തികൾ ചെയ്യും. അതേ വളരെയധികം. അതുപോലെ അച്ഛൻ്റെ കാര്യങ്ങൾ, അച്ഛൻ്റെ ധ്യാനങ്ങൾ ഷെയർ ചെയ്യൽ, കാലത്തെ പ്രാർത്ഥന കേൾക്കൽ, കൊന്ത ചെല്ലൽ, ബൈബിൾ വായിക്കൽ, ഇതൊക്കെ 4:30 എനിക്ക് ഇതൊക്കെ ചെയ്യും. അങ്ങനെ 6:30 ഞങ്ങളുടെ പള്ളിയിൽ കുർബാന. ആ കുർബാനയ്ക്ക് പോകും. അങ്ങനെയാണ് എൻ്റെ ജീവിതചര്യ അങ്ങനെ മാറി. വളരെയധികം മാറ്റങ്ങളുണ്ടായി. അതുപോലെ തന്നെ ദേഷ്യം, കോപം ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിന് വിടുതൽ നൽകി തുടങ്ങി. അതായത് ശാന്തതയോടെ കേൾക്കാനും അതുപോലെ തന്നെ എല്ലാം ചെയ്യാൻ. അതുപോലെ എനിക്ക് സൂപ്പർ മാർക്കറ്റാണ്. അവിടെ ദേഷ്യം വളരെയധികം എനിക്ക് അവിടെയും പുരോഗമനം ഉണ്ടായി തുടങ്ങി. മനസ്സ് നന്നാവുമ്പോൾ ഇതേപോലെ ആകെ കലുഷിതമോ ഇതൊക്കെ മാറി. അതുപോലെ തന്നെ ഈ ഡിസംബർ കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിൽ എൻ്റെ ഭാര്യ പറഞ്ഞു, ആകെ ഒരു സുഖമില്ല എന്ന് പറഞ്ഞു, ആകെ ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു പ്രഗ്നൻസി ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കളിയാക്കിയിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് 46 വയസ്സായി, ആൾക്ക് 41 വയസ്സായി. ഇനിയിപ്പോൾ ഈ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയിട്ട് ഞങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ അവളോട് പറയുകയും ചെയ്തു. എന്നിരുന്നാലും ഒരു മെഡിക്കൽ ഷോപ്പിൽ കാർ നിർത്തി അവിടെ നിന്ന് തന്നെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങി ഞാനും എൻ്റെ ഭാര്യയും കൂടി വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ ചെന്നിട്ട് അവൾ അതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞ് അങ്ങനെ ബാത്റൂമിൽ കയറി അവൾ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയപ്പോൾ ഓടി വന്ന് എൻ്റെ അടുത്ത് ഒന്ന് വന്നേ എന്ന് പറഞ്ഞു കരഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് കണ്ടു നിറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാണ്ട അവസ്ഥയായി. കാരണം അതേപോലത്തെ ഒരു അവസ്ഥ. അതായത് ഉടമ്പടി എടുത്തിട്ട് ജനുവരിയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഫെബ്രുവരിയിൽ അറിയുന്നത്.
ഫെബ്രുവരിയിൽ അറിയുന്നത്. എന്നിട്ട് അങ്ങനെ തന്നെ ഡോക്ടറെ അടുക്കി പോയി. അങ്ങനെ കുറേ കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാതായി. ഞങ്ങൾക്ക് തന്നെ ഒരു മനസ്സിന് എന്തോ ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി. അടുത്തുള്ള പള്ളിയിൽ പോയി കരഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഡോക്ടറെ അടുക്കി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 മാസം ആൾ പ്രഗ്നൻ്റാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് ആൾ ജോലിക്ക് പോകുമ്പോൾ ബൈക്കുമ്മി പോകണ്ടായിരുന്നേ. റോഡ് കുണ്ടും കുഴിയും ഒക്കെ ഉണ്ട്. എന്നിട്ട് പോലും ഒന്ന് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് അവസാന നിമിഷം വരെ ജോലിക്ക് പോയിക്കോട്ടെ, കാരണം ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ല, അതേപോലെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി മാതാവ് വെച്ചതല്ലേ, അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കുഞ്ഞിനെ എനിക്കത് അന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ആകെ പേടിയായി. കാരണം വെച്ചാൽ ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു തേട്ടൽ, ഇതും പോവോ എന്നുള്ള രീതിയിൽ. അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ആൾ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ 41 വയസ്സ് കുറച്ച് പ്രായമുള്ള ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ എല്ലാം ചെറുപ്പക്കാരെ പോലെയാണ് ഇപ്പോഴും കുഞ്ഞിരിക്കുന്നത്, കുഞ്ഞിൻ്റെ വളർച്ചയുടെ നിരക്ക് അതേപോലെ ഇരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആത്മീയ ബലം തോന്നി തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ മാതാവിനുള്ള ഭക്തി എനിക്ക് കൂടുതലാവുകയും ചെയ്തു. അങ്ങനെ ആൾ ഉണ്ടായി. ഒരു ആൺകൊച്ചാണ് എനിക്ക് കിട്ടിയത്, അതാണ് ഇത്. അങ്ങനെ ഇത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ മലയാളികളുടെ സ്വഭാവം കഴിഞ്ഞാൽ കിട്ടി കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് മറക്കും. അതേപോലെ ഞാനും മറന്നു. കുറച്ച് ശ്രദ്ധകളൊക്കെ പോയി തുടങ്ങി, ആത്മീയ ചിന്തകളൊക്കെ മാറി തുടങ്ങി. അങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് വീണ്ടും തലയ്ക്കൊരു കൊട്ട് ദൈവം തന്നു. അതായത് അവന് ന്യൂമോണിയ പെട്ടു. വളരെ സ്റ്റേജ് വളരെ മോശമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ആംബുലൻസിൽ നേരെ കൊണ്ടുപോയി ജൂബിലി മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ കൊണ്ടുപോയി ചെയ്തു. അവിടെ വെന്റിലേറ്ററിൽ കിടത്തി 3 ദിവസം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ നീ തന്ന ദാനം തിരിച്ചെടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ബലം കൊണ്ടാണെന്ന് തോന്നുന്നു 3 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് കുറച്ച് പുരോഗമനം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തുറന്ന ആൾ ഇങ്ങനെ കരഞ്ഞു തുടങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ തന്നെ മനസ്സിന് ആശ്വാസം. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഒന്നരാഴ്ച കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും പോയി. വീണ്ടും പഴയതുപോലെ വീണ്ടും കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും മറന്നു. വീണ്ടും അതുപോലെ തന്നെ കൊട്ട് വീണ്ടും കിട്ടി. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ വീണ്ടും ഇത് ചെയ്തു. വീണ്ടും ഇതുപോലെ പ്രാർത്ഥന 2 പ്രാവശ്യം അതുപോലെ ഉണ്ടായി. അതോടുകൂടി മനസ്സിലായി ഇത് വേറെ കളിയാണ്, നമ്മൾ വിചാരിക്കാത്തതല്ല. അതേപോലത്തെ സംഭവമാണ്. മുകളിലുള്ളവൻ തീരുമാനിച്ച പോലെ നടക്കുള്ളൂ. നമ്മൾ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. ആളെന്താണ് വിചാരിക്കുന്നത് നടക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ വീണ്ടും പ്രാർത്ഥനയോട് കൂടിയിട്ടും അതുപോലെ തന്നെ തൈലം ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ കൊച്ചി കിടന്നപ്പോൾ അവൻ്റെ തലയിൽ ഇന്നും തൈലം അഭിഷേകം ചെയ്തിരുന്നു. എനിക്ക് കയറാൻ പറ്റില്ല, എൻ്റെ ഭാര്യയ്ക്കാണ് അതിന് നിന്നിരുന്നത്. അവളതിൽ തൈലം കൊടുത്തേക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ മേലത്ത് തൈലം കുഞ്ഞിൻ്റെ തലയിൽ അഭിഷേകം ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങൾ കാലത്ത് എനിക്കുമ്പോൾ ഈ തൈലവും ഉപ്പും ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അതിൻ്റെ ബലമായി തോന്നുന്നു. എനിക്കൊരു വലിയൊരു വാഹന അപകടം ഉണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഞാൻ നല്ല രീതിയിൽ പെട്ടെന്ന് വലിയൊരു വാഹനം റോഡിനെ ക്രോസ് ചെയ്ത് കിടക്കുകയാണ്. ഞാൻ കണ്ണ് ഇടിച്ചു. പക്ഷേ എനിക്ക് ഒന്നും പറ്റിയില്ല. അത് കണ്ടിട്ട് എനിക്ക് തന്നെ, കാരണം എന്നെ കൊണ്ട് പുറത്തേക്ക് എടുത്ത് വെച്ച പോലെ തോന്നി. എന്നെ അങ്ങനെ കൈവൊഞ്ഞി പോലെ എടുത്ത് പുറത്തേക്ക് വെച്ച പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നി ലോക്കറ്റിൻ്റെ ആ ബലം. അങ്ങനെ അതുണ്ടായി. അതുപോലെ തന്നെ ലോണുകളും കടങ്ങളൊക്കെ കൂടുതലുണ്ട് എനിക്ക്. അതൊക്കെ ഇങ്ങനെ മാതാവ് എൻ്റെ കടയിലൂടെ പുരോഗതി തന്ന് അതൊക്കെ കുറേയൊക്കെ വീട്ടുവാനും അതൊക്കെ അടഞ്ഞ് തീർക്കുവാനും സഹായിക്കുന്നുണ്ട് മാതാവ്. അതുപോലെ തന്നെ കാര്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ എല്ലാ അരി കൊണ്ടു കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് കിറ്റുകൾ മാസം കിറ്റുകൾ ചില പാവങ്ങൾക്ക് അവിടെ ഉണ്ട്. സ്ഥിരമായിട്ട് കിറ്റുകൾ കൊണ്ടു കൊടുക്കും. അതുപോലെ തന്നെ പത്രങ്ങൾ അവിടെ വിതരണം ചെയ്യും. അതുപോലെ തന്നെ കടയിൽ വരുന്ന ആളുകളോട് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കും. അപ്പോൾ തന്നെ അവർ അങ്ങനെ 2-3 പേര് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവർ എങ്ങനെ ഇങ്ങോട്ട് വരാം റൂട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അവർക്ക് സാക്ഷ്യം കിട്ടിയിട്ടുണ്ട്. അവർ ചില ഫ്രണ്ട്സിനൊക്കെ അവരിവിടെ വന്നിട്ട് അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പലതും കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് അനുഭവ സാക്ഷ്യം കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ ഇനിയും എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, നിയോഗങ്ങളും കൂടി ഉണ്ട്. അത് സാക്ഷി തരുവാൻ മാതാവ് എന്നെ ഇവിടെ വീണ്ടും കൊണ്ട് നിർത്തുമെന്ന പ്രതീക്ഷയോടെ മാതാവിനും തിരുക്കുമാരനോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ അവസാനിപ്പിക്കും.